Once again, welcome back to our channel. അപ്പോൾ ഇതാ ഞാൻ വൈൻ കുപ്പിയൊക്കെ കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് വൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണെന്ന്. ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്ക് 5 ദിവസം കൊണ്ട് അതും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു മായവും ചേർക്കാത്ത നല്ല അടിപൊളി മുന്തിരി വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കിലോ മുന്തിരി, കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമുക്ക് ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ അത് കുറച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് മെയിൻലി വേണ്ടത്. ആദ്യം നമ്മൾ ഈ ഈസ്റ്റിൻ്റെ അകത്തോട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുതിർക്കണം. അതിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഈസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണം. ആ നേരത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഈ 5 ദിവസം കൊണ്ട് ആകണമെന്നുള്ളത് കൊണ്ട് തന്നെ മുന്തിരി നമ്മൾ പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു 3 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ മുന്തിരി എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫുള്ള് തീയിൽ വെച്ചിട്ട് ഈ മുന്തിരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പൊ ഇതാ നമ്മുടെ മുന്തിരി ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാണ് മുന്തിരിയുടെ കളറ് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ, ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലപോലെ അലിയണം. ഇത് കുറച്ചുകൂടി ആയി കഴിയുമ്പോൾ നമുക്ക് മുന്തിരി ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ജാറിലോട്ട് മാറ്റാം. നമ്മുടെ വൈൻ ഇതാ ഇവിടെ ചൂടൊക്കെ ആറി നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതായത് ഇതിന്റെ കളർ നോക്ക്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിന്റെ നന്നായിട്ട് കളർ വരും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും പഞ്ചസാരയില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു മൂടിയും കൊണ്ട് അടച്ച് ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ കെട്ടി വെക്കണം. ഞാനിവിടെ ഒരു വൈറ്റ് ടർക്കി എടുക്കുന്നുണ്ട്. ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ നമ്മളിവിടെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഉച്ചയാകുമ്പോൾ ഒന്ന് എടുത്ത് ഇളക്കിയിടുക. അതുപോലെ ഈ 4 ദിവസം ഉച്ചയ്ക്കൊന്ന് ഇളക്കിയിടണം. ഒട്ടും അനക്കം തട്ടരുത്. നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വൈൻ ഇതാ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. അങ്ങനെ ഇതാ 5 ദിവസത്തിന് ശേഷം നമ്മുടെ കുപ്പിയൊക്കെ പൊട്ടിച്ച് നമ്മൾ വൈൻ ഇവിടെ ഒഴിച്ച് സെർവ് ചെയ്യാനായിട്ട് റെഡി ആക്കി വെച്ചേക്കുക. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ വേഗം ഇങ്ങ് പോരെ. പിന്നെ നമുക്ക് ഇതെന്താ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ബർത്ത്ഡേ, ക്രിസ്മസ്, ന്യൂ ഇയർ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വെറും 5 ദിവസം കൊണ്ട് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി വൈനാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.